ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ഒരു ഗെറ്റ് റെഡി ചെയ്യുന്നത്. അപ്പോൾ ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാകും, ക്ഷമിക്കാട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ചേട്ടാ. അപ്പോൾ ഇതന്നെയാണ് ഞാൻ വെയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ വെയർ ചെയ്ത് സ്കാർഫൊക്കെ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഫസ്റ്റായിട്ട് മോയ്സ്ചറൈസർ തേക്കാം. ഞാനിപ്പോൾ പ്ലമ്മിൻ്റെ മോയ്സ്ചറൈസറാണ് തേക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഓരോ ഡോട്ടായിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ മേക്കപ്പ് ഒന്നും ഇട്ടിക്കില്ലെങ്കിലും എനിക്ക് മോയ്സ്ചറൈസർ തേക്കുന്നത് മസ്റ്റാണ് കേട്ടോ. അത് നിങ്ങൾക്കായാലും മസ്റ്റായിരിക്കണം, കാരണം നമ്മുടെ ഫേസ് എപ്പോഴും നല്ല മോയ്സ്റ്റായിട്ട് നിൽക്കണം കേട്ടോ. അപ്പോൾ മോയ്സ്ചറൈസർ മസ്റ്റാണ്. അതല്ലെങ്കിൽ നമ്മൾ വെയിലത്തൊക്കെ പോകുന്നുണ്ടെങ്കിൽ സൺസ്ക്രീമും മസ്റ്റാണ് കേട്ടോ. ഇപ്പം ഞാൻ മോയ്സ്ചറൈസർ മാത്രമേ തേക്കുന്നുള്ളൂ, സൺസ്ക്രീം യൂസ് ചെയ്യുന്നില്ല. കാരണം ഞാൻ വേഗം പോയിട്ട് വരുന്നത് കേട്ടോ. അങ്ങനെ വെയിലത്തൊന്നുമല്ല പോകുന്നത്, ഞാൻ വൈകുന്നേരമാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ ഇതാ മോയ്സ്ചറൈസറൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് അത് 2-3 മിനിറ്റ് ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ആൻഡ് രണ്ടാമത് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഫൗണ്ടേഷനാണ്. സൂപ്പർ സ്റ്റേ മെബെല്ലൈൻ്റെ 13 hours ലാസ്റ്റിംഗ് ഉള്ള ഫൗണ്ടേഷനാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് 2 to 4 ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കിതിൽ പ്രൈമറും എല്ലാം ബ്ലെൻഡായിട്ട് തന്നെയാണ് ഉണ്ടാവാൻ. അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ ഒരുപാട് കേക്കല്ല. ഈ ഒരു ഫൗണ്ടേഷൻ നമ്മൾ ഇങ്ങനെ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് നമുക്കിങ്ങനെ ഫേസിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് അബ്സോർവ് ആവും കേട്ടോ. അങ്ങനെ ഒട്ടിപ്പിടിക്കുന്നതോ അല്ലെങ്കിൽ അവിടെ ഇവിടെ ഇങ്ങനെ കേക്ക് ആകുന്നതോ ആ ഒരു പ്രശ്നമൊന്നും ഈ ഒരു ഫൗണ്ടേഷനില്ല കേട്ടോ. പിന്നെ ഞാനെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പെട്ടെന്ന് ഒരു അത്യാവശ്യം ഒരു സ്ഥലത്ത് പോയിട്ട് വരുന്ന കേട്ടോ. ഒരു 2-3 മണിക്കൂറിനുള്ളിൽ ഞാൻ തിരിച്ചു വരും. അപ്പോൾ ആ ഒരു സമയം വരെ ലാസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ ഈ ഒരു ഫൗണ്ടേഷന്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിൽ വേറെ കൺസിലറോ പ്രൈമറോ ഒന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ഈ ഒരു ഫൗണ്ടേഷൻ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അങ്ങനെ പെട്ടെന്ന് ഞാൻ പോയിട്ട് വരുന്നേരം ഞാൻ ഈ ഒരു മോയ്സ്ചറൈസറും ഫൗണ്ടേഷനും കോമ്പാക്റ്റും മാത്രമേ ഇടാറുള്ളൂ, വേറെ ഒന്നും ഇടാറില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ സ്പോഞ്ചിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതുപോലെ കൈ ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫൗണ്ടേഷൻ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവിടെ ഇവിടെ ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് ഫേസ് ഇത് അടുപ്പിച്ചിട്ട് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ നന്നായിട്ട് ബ്ലെൻഡ് ആയിട്ടുണ്ട് കേട്ടോ. ചിലപ്പോൾ ഞാൻ ഫൗണ്ടേഷന് പകരം കൺസീലർ യൂസ് ചെയ്യലുണ്ട് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ കൺസീലർ മാത്രമേ ഉപയോഗിക്കൂ, ഫൗണ്ടേഷൻ യൂസ് ചെയ്യൂല. അങ്ങനെ ഇത് നന്നായിട്ട് ബ്ലെൻഡായി. ഇനി അതിന് ശേഷം നമുക്ക് ലിപ്പ് ഒന്ന് മോയ്സ്ചറൈസർ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ജോവീസിൻ്റെ ലിപ്പ് ബാമാണ് യൂസ് ചെയ്യുന്നത്. അത് കുറച്ചെടുത്തിട്ട് ഒന്ന് ലിപ്പ് ബാം ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ചൊന്നും എടുത്തിട്ടുള്ളൂ കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ഐബ്രോ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. എൻ്റെ ഐബ്രോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, കുറച്ച് കട്ടി കുറവായിട്ടുള്ള ഐബ്രോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഷേപ്പ് ചെയ്തുകൊണ്ട് തന്നെ അത് ഷേപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു ഐബ്രോ പെൻസിൽ വെച്ചിട്ട് നമുക്കൊന്ന് ഷേപ്പ് ചെയ്യാം. ഞാനിപ്പം മേരി ജോക്കിൻ്റെ ഐബ്രോ പെൻസിലാണ് എടുത്തിട്ടുള്ളത്. മേരി ജോക്കി ആണോ അല്ല മാസാന്ന് തോന്നുന്നു കേട്ടോ. അല്ല മേരി ജോക്കി തന്നെ കേട്ടോ. അപ്പോൾ മേരി ജോക്കിൻ്റെ ഈ ഒരു ഐബ്രോ പെൻസിൽ വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് ആ ഒരു ബ്രഷ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് നമുക്ക് ഐബ്രോ നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കേട്ടോ. അപ്പം ഞാൻ സ്ഥിരം ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പം ഞാൻ എപ്പോഴും ഐബ്രോ പെൻസിൽ കുറച്ച് കട്ടി കൂട്ടാനേ യൂസ് ചെയ്യും കേട്ടോ. അപ്പോൾ അത് സെറ്റായി. ഇനി നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് കോമ്പാക്റ്റ് പൗഡർ യൂസ് ചെയ്യാം. വേറെ ഒന്നും ഇട്ടിക്കില്ലെങ്കിലും ഈ ഒരു കോമ്പാക്റ്റ് എനിക്ക് മസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് കോമ്പാക്റ്റ് എടുത്തിട്ട് ഞാനിപ്പോൾ ഫിറ്റ്മിൻ്റെ കോമ്പാക്റ്റ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. അതെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ആ ഒരു ബ്ലെൻഡറുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് നമുക്ക് തേച്ച് മിനുക്കി കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ കൺസീലറോ അല്ലെങ്കിൽ ഞാൻ ഓറഞ്ച് കലക്ടറോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ജസ്റ്റ് പോയിട്ട് വരുന്നതുകൊണ്ട് തന്നെ അധികം മേക്കപ്പ് ഒന്നും ഇടുന്നില്ല കേട്ടോ. കുറച്ചൊന്നും ഇട്ടിട്ട് പോകുന്നേ ഉള്ളൂ. അപ്പോൾ കണ്ണിൻ്റെ അടുത്തൊക്കെ അത്യാവശ്യം നന്നായിട്ടൊന്ന് ബ്ലെൻഡാക്കി കൊടുക്കുന്നുണ്ട്. ഈ ഒരു കോമ്പാക്റ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല ഓയിൽ കൺട്രോളുള്ള കോമ്പാക്റ്റാണ് കേട്ടോ. ഇത് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ പുട്ടിയടിച്ച പോലെ ഒന്നും ഫീൽ ചെയ്യില്ല, നല്ല നാച്ചുറൽ ഗ്ലോ കിട്ടും കേട്ടോ. പിന്നെ നമ്മുടെ കൈയും ഫേസും അതിൻ്റെ രണ്ടും
വേറെ വേറെ കളറില്ല. കൈയൊക്കെ നന്നായിട്ട് ടാൻ അടിച്ച് പണ്ടാരടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കൈയും ഫേസും നല്ല ബ്രൈറ്റാവും. കൈ കുറച്ച് കളർ കുറവാട്ടോ. അപ്പോൾ കയ്യിൽ കുറച്ച് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഐലൈനർ ഇടാം. അപ്പോൾ ഞാനിപ്പോൾ ഫേസസ് കാനഡൻ്റെ മാഗ്നറ്റിക് ഐലൈനറാണ് യൂസ് ചെയ്യുന്നത്. നല്ല 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 ഒരു വിങ്സൊക്കെ കിട്ടുന്ന ഒരു ഐലൈനറാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. ഞാൻ മേലേലും മാത്രമേ ഇടുന്നുള്ളൂ, തയ്യലിടുന്നില്ല. അപ്പോൾ ഇതുപോലെ നേർങ്ങിന് ഞാൻ ഇടുന്ന കേട്ടോ. അപ്പോൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്താണെങ്കിൽ ഞാൻ നന്നായിട്ട് കൺവെൻസ് ചെയ്തായിരുന്നു. കണ്ണിൽ ഇങ്ങനെ പെരക്കിയിടായിരുന്നു കേട്ടോ. അപ്പോൾ ടീച്ചേഴ്സെല്ലാം പറയും എന്തിനാ ഇങ്ങനെ തെയ്യത്തിന് തുള്ളുന്ന പോലെ ഇട്ടിട്ട് വരുന്നതെന്നെല്ലാം പറയും. അതുകൊണ്ടാണ് തോന്നുന്നു അങ്ങനെ കൺവെൻസ് ഇട്ടുകൊണ്ടൊന്നും കണ്ണിൻ്റെ ഡാർക്ക്നെസ് പോകുന്നേ ഇല്ല. എത്ര മരുന്നടിച്ചിട്ട് നമുക്കിങ്ങനെ ആ ഒരു ഡാർക്ക്നെസ് കുറയുന്നില്ല കേട്ടോ. അതുപോലെ തന്നെ ഉണ്ട്. അപ്പോൾ കുറേ മരുന്ന് കഴിച്ചിട്ട് എന്താ പറയുക വലിയ മാറ്റമൊന്നുമില്ല. പിന്നെ ഞാനതങ്ങ് വിട്ട് അത് ഞാനുമായിട്ട് അങ്ങ് യോജിച്ച് ഈ ഒരു ഡാർക്ക്നെസ്സും കണ്ണിൻ്റെ ആ ഒരു ഡാർക്ക്നെസ്സും ഞാനുമായിട്ട് പിന്നെ ഞാനത് മൈൻഡ് ചെയ്യലില്ല. അപ്പോൾ ഇതാ ഞാൻ ഐലൈനർ എഴുതിയിട്ടുണ്ട് കേട്ടോ, കണ്ണ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. കുഴപ്പമില്ലാന്ന് തോന്നുന്നു കേട്ടോ. അപ്പം നന്നായിട്ടൊന്ന് ക്യാമറയിൽ നോക്കിയാലും ഐബ്രോ അത്ര ഷേപ്പായിട്ടില്ല എന്ന് തോന്നുന്നു. അങ്ങനെ ഒന്നും കൂടി ഐബ്രോ ഒന്ന് ഷേപ്പാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. സൈഡിലൊന്നും ഷേപ്പായിട്ടില്ല, അപ്പോൾ അതും ഒന്ന് ഷേപ്പാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മൾ ഐബ്രോ നന്നായിട്ട് ഷേപ്പാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ നല്ലൊരു ചേഞ്ച് കൊണ്ടുവരും കേട്ടോ. അങ്ങനെ ഐബ്രോ ഒക്കെ ഷേപ്പാക്കി. അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിനോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് നമ്മുടെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്ക്, ഇതില്ലാണ്ട് എന്ത് ഗെറ്റ് റെഡി അല്ലേ. അപ്പം ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ലാക്മിൻ്റെ മൂസ് ലിപ്സ്റ്റിക്കാണ്. ഇത് എന്താണെന്ന് വെച്ചാൽ ഇത് ക്രീമി അല്ല, എന്താ പറയുക, ഇട്ട് കഴിഞ്ഞാൽ അറിയൂല. നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള നല്ല ലിപ്സ്റ്റിക്കാണ് കേട്ടോ. അതായത് വളരെ ന്യൂഡായിട്ടുള്ളൊരു ലിപ്സ്റ്റിക്കാണ്. നമ്മുടെ ചുണ്ടിൽ ആ ഒരു ചുണ്ടുമായിട്ട് എല്ലാ സ്കിൻ ടോണിനും യൂസ് ചെയ്യാം കേട്ടോ. ഈ ഒരു കളറ് നല്ലൊരു കളറാണ് കേട്ടോ. ഇതിട്ട് അങ്ങനെ തിരിയൊന്നുമില്ല, ബ്രൈറ്റ് കളറൊന്നുമല്ല കേട്ടോ, നല്ല ന്യൂഡ് ഷെയ്ഡാണ്. ഇതൊരു 3 to 4 hours ലാസ്റ്റ് ചെയ്യും കേട്ടോ. നമ്മൾ ഒന്നും കഴിക്കാണ്ടും കുടിക്കാണ്ടും വന്നു കഴിഞ്ഞാൽ അതിലും ജാസ്തി ലാസ്റ്റ് ചെയ്യും. അപ്പോൾ കുറച്ച് നമുക്ക് ഒന്ന് ബ്ലഷും കൂടി ചെയ്യാം. അപ്പോൾ ഞാൻ ലിപ്സ്റ്റിക്ക് ഇടുന്ന ആ ഒരു ബ്ലഷ് തന്നെയാണ് ഞാൻ ബ്ലഷായിട്ട് യൂസ് ചെയ്യുക കേട്ടോ. ലിപ്സ്റ്റിക്ക് തന്നെയാണ് ബ്ലഷായിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ നന്നായിട്ടൊന്ന് അരച്ച് നന്നായിട്ടൊന്ന് ചുവപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലിടയ്ക്ക് എൻ്റെ ഉമ്മ പറഞ്ഞ് വരുന്നില്ലേ മതി മേക്കപ്പ് ഇട്ടേ. അപ്പോൾ ഞാൻ പറഞ്ഞു ഉമ്മ വരുന്ന് അടുക്കുന്നതാണ്. അങ്ങനെ ഇതാ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് എൻ്റെ തട്ടമൊക്കെ ഒന്ന് കുത്തിയിട്ടുണ്ട്, സ്കാർഫൊക്കെ ചെയ്തു. ഞാൻ ഒരു ബ്രൗൺ സ്കാർഫാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതുപോലത്തെ ഒരു വാച്ചും ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. വേറെ റിങ്സോ കാര്യങ്ങളോ ഒന്നും ഇട്ടിക്കില്ല, മാലയോ ഒന്നും ഇട്ടിക്കില്ല, ആകെ ഒരു വാച്ച് ഇട്ടിട്ടുള്ളൂ. ഷോള് ഞാനിപ്പം പണ്ടൊക്കെ ആണെങ്കിൽ സ്കാർഫ് കുത്തിയിട്ടാണ് പോക്ക്. ഇപ്പം ഞാൻ സ്കാർഫ് കുത്താറില്ല, അടിയിൽ തർബം കുത്തിയിട്ട് ഇതുപോലെ ഷോള് അപ്പുറമായിട്ട് ഇടുന്നതാണ് പതിവാട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഞാനൊരു ബ്ലാക്ക് ബാഗിയും ഇതുപോലത്തെ ഒരു ലൂസ് ഷർട്ടുമാണ് വെയർ ചെയ്തിട്ടുള്ളത്. അതിന് ഞാനൊരു ഡാർക്ക് ബ്രൗൺ ഷോളാണ് കേട്ടോ സ്കാർഫ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോൾ പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ ഫ്രം മനുസ്പർ. താങ്ക് യു.